കൊച്ചിയിൽ കൈക്കൂലിയായി മദ്യം വാങ്ങിയ 3 എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. തൃപ്പൂണിത്തുറയിലെ മദ്യ ഗോഡൌണിൽ നിന്നാണ് ഇവർ കൈക്കൂലിയായി മദ്യം വാങ്ങിയത്. ശ്യാംകുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ കൈക്കൂലിയായി മദ്യം വാങ്ങുന്നു, അതിൽ 3 പേർക്ക് സസ്പെൻഷൻ കിട്ടുന്നു. എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, കഴിഞ്ഞ ഡിസംബർ 18-നാണ് ഈ എക്സൈസ് ഉദ്യോഗസ്ഥരെ വിജിലൻസ് പിടികൂടുന്നത്. കാരണം ഈ കേരള ബീവറേജ് കോർപ്പറേഷന്റെ ഗോഡൌണിലെ സുരക്ഷാ ചുമതലയുള്ള എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറും ഒരു പ്രിവന്റീവ് ഓഫീസറും ഒരു സിവിൽ എക്സൈസ് ഓഫീസറുമാണ് വിജിലൻസിന്റെ പിടിയിലാകുന്നത്. ഓരോ ലോഡ് മദ്യം പുറത്തേക്ക് പോകുമ്പോഴും ഇവർക്ക് മുന്തിയ ഇനം മദ്യം കുപ്പികൾ ഓരോന്ന് വെച്ച് ഇവർ ഓരോരുത്തരും എടുക്കും. അത് വിജിലൻസിന് വിവരം ലഭിച്ച് വരുമ്പോൾ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ മേശക്കടിയിൽ നിന്ന് 20,000-വും 30,000-വും രൂപ വിലയുള്ള മദ്യക്കുപ്പികൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ഇത്തരത്തിൽ വാങ്ങുന്ന കൈക്കൂലിയായി പിടിച്ചെടുക്കുന്ന മദ്യക്കുപ്പികൾ പുറത്തു വിറ്റ് പണം വാങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ മാസവും ലക്ഷങ്ങൾ വരുമാനം മദ്യ വിൽപ്പനയിലൂടെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് വിജിലൻസ് ഇവരെ പിടികൂടുന്നത്. തുടർന്ന് റിമാൻഡിൽ പോവുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഇവർക്കെതിരെ വകുപ്പ് നടപടികൾ ഉണ്ടാകാതെ ഇരിക്കുമ്പോഴാണ് വിജിലൻസ് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സർക്കാർ ഇവരെ 3 പേരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഒരു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ, ഒരു പ്രിവന്റീവ് ഓഫീസർ, ഒരു എക്സൈസ് ഓഫീസർ, അങ്ങനെ 3 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഉത്തരവിറക്കിയത്. തൃപ്പൂണിത്തുറയിലെ മദ്യ ഗോഡൌണിൽ നിന്നാണ് ഇവർ കൈക്കൂലിയായി മദ്യം വാങ്ങിയത്. 3 പേർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്.